ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്ക് ഓവനും ബീറ്ററും ഒന്നും വേണ്ട. വീട്ടിലുള്ള സാധാ ചേരുവകൾ വെച്ചിട്ട് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ് ഇത്. ഈന്തപ്പഴമായിട്ടാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഈന്തപ്പഴമായിട്ടാണെന്ന് പറയുമ്പോൾ ഒരുപാട് ഈന്തപ്പഴം ഒന്നും വേണ്ട കേട്ടോ. നമുക്ക് ഒരു 10-15 ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. മക്കൾക്ക് മാത്രമല്ല കേട്ടോ, നമുക്കും ഇഷ്ടമാവും ഒരുപാട്. അപ്പോൾ ഇതാ നമ്മൾ എങ്ങനെയാണെന്ന് കാണട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ഞാനിതാ ഒരു 15 തന്നെ ഉള്ളൂ കേട്ടോ. ഈത്തപ്പഴം എടുത്തിട്ട് ഒരു വെള്ളത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെ വേണം നമുക്കിത് എടുക്കണം എന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഈത്തപ്പഴം കുരു പൊളിക്കുമ്പോൾ കുരുവും പിന്നെ അതിൻ്റെ ബാക്കിലുണ്ടാവില്ല ഒരു കുടമായിരത്തെ ഒരു സാധനം, തൊപ്പിമായൊരു സാധനം, അതും കൂടി എടുത്തിട്ട് ഒഴിവാക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം അത് സോക്ക് ചെയ്തിട്ടിട്ട് വേണം നമുക്ക് പൊതിർത്തിട്ടിട്ട് വേണം കേട്ടോ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഞാൻ എല്ലാതും ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് തോല് പൊളിച്ചിട്ട് ഇട്ടിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഈത്തപ്പഴം ഇത് വലിയ വില കൂടിയ ഈത്തപ്പഴമൊന്നുമല്ല. നമ്മൾ സാധാ എല്ലാ കടയിലും ഉണ്ടാകുമ്പോൾ ഇതിപ്പോൾ എത്രയെന്നോ 100 ഗ്രാമിന് 30 രൂപേൻ്റെ ഈത്തപ്പഴമാണ് കേട്ടോ അപ്പോൾ ഞാൻ മേടിച്ചിരിക്കണത്. അപ്പോൾ നമുക്ക് പിന്നെ 30 രൂപേൻ്റെ ഉണ്ട്, 20 രൂപേൻ്റെ ഉണ്ട്. ഏത് രൂപേൻ്റെ ഈത്തപ്പഴം എടുത്താലും ഒരു കുഴപ്പമില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നല്ലോണം ഒന്ന് കഴുകി എടുക്കണം കേട്ടോ. കടയിലൊക്കെ വെക്കുന്നതല്ലോ പൊടിയൊക്കെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് പറയാൻ പറ്റില്ല. പക്ഷേ ഈ കളർ കണ്ടിട്ട് ഇത് മൊത്തം ചളിയാണെന്നൊന്നും കരുതണ്ട കേട്ടോ. നമ്മൾ ഏത് ഈത്തപ്പഴം കഴുകിയെടുത്താലും ഇതേ കളർ തന്നെ ഇക്കാറിട്ട് വരില്ല. ഈത്തപ്പഴത്തിൻ്റെ ഉള്ളിലത്തെ പൾപ്പ് ഒന്ന് ഇളകുമ്പോഴാണ് ആ കളറ് വരൽ കേട്ടോ. അപ്പോൾ ഞാനിതാ 2-3 പ്രാവശ്യമായിട്ട് നല്ലോണം കഴുകിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളിതാ പാലിലാണ് കേട്ടോ സോക്ക് ചെയ്ത് വെക്കണത്. 1/2 കപ്പ് പാലാണ് ഞാനിപ്പോൾ ഈ ഈത്തപ്പഴം പൊതിർത്തി വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുക. ഒരു 10 മിനിറ്റ് കുതിർത്ത് വെച്ചാൽ മതി. പിന്നെ പൊതിർക്കുക സോക്ക് ചെയ്യുക ഒക്കെ ഒരേ വാക്കാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വായിൽ എന്താണോ കിട്ടണത് അതാണ് ഞാൻ പറയണത്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. പിന്നെ ഇതാ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് വെക്കുന്നുണ്ട്. നമുക്ക് പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണത് കേട്ടോ. അപ്പോൾ ആ 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയ്ക്ക് 1 ടീസ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വെറുതെ അവിടെ വെച്ചാൽ മതി. പിന്നെ ഇത് കാരമലായിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ നാളൊരു വീഡിയോ കണ്ട് നമ്മളിത് ഇളക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറും, ഒരു കയ്പ്പ് രുചി കഴിക്കാരം വരില്ല. അപ്പോൾ ഒന്നും ചെയ്യാതെ ചെറു തീയിൽ അവിടെ വെക്കണം എന്നിട്ടോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്കത് പരീക്ഷിച്ച് നോക്കാതെ ഒരു സമാധാനം ഉണ്ടാവാത്ത ആളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആവോ ഇല്ലയെന്നൊന്നും അറിയണമല്ലോ. അപ്പോൾ എനിക്ക് തോന്നി ഇത് ഇളക്കിന്നെ എടുക്കണം എന്നിട്ടോ. അപ്പം തുടങ്ങിയ ഇളക്കലാണ് ഞാൻ. ഇത് കാരമലാവണ വരെ ഞാനിത് ഇളക്കിക്കൊണ്ട് ഇരുന്നിക്കണം കേട്ടോ. തോനെ നേരമൊന്നും വേണ്ട, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതി. നിങ്ങൾ ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട കേട്ടോ. പക്ഷേ ഇത് ഇളക്കി കൊടുത്ത് കഴിച്ചിട്ട് രുചി വ്യത്യാസമൊന്നും വന്നിട്ടില്ല. നമ്മൾ സാധാ കാരമൽ ഉണ്ടാക്കണ മാതിരി തന്നെ ആയി വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഓവറായിട്ട് അങ്ങോട്ട് കളറ് മാറണ്ട, അത് കയ്പ്പ് രുചി കഴിക്കാനും വരില്ല. അത് എങ്ങനെ ഇളക്കിയിട്ടുണ്ടാക്കിയാലും ഇളക്കാതെ ഉണ്ടാക്കിയാലും ഓവറായിട്ട് ഇത് കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ കയ്പ്പ് രസം തന്നെ വരും കേട്ടോ. പിന്നെ അത് ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം വെള്ളം ഉണ്ടാവും, വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് അലിയിച്ചെടുക്കുക. നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇതൊന്ന് കട്ടിയായിട്ട് വരും. അപ്പോൾ ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അത് സാധാ വെള്ളം പോലെ ആയിട്ട് വരും കേട്ടോ. പിന്നെ നമ്മൾ ഈ പാത്രത്തിൽ തന്നെ വെക്കരുത്, നമ്മൾ വേറൊരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതവിടെ ഇരുന്നിട്ട് ഒന്നും കൂടി തിക്കായി പോവും. പിന്നെ നമുക്ക് പാത്രത്തിൽ നിന്ന് വേറെടുത്താൽ കിട്ടാത്ത മാതിരി ആയി പോയിട്ട് തണുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ വേറൊരു ചെറിയൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കും. നമ്മളെ കേക്കിന് നല്ലൊരു ടേസ്റ്റും നല്ലൊരു കളറും കൊടുക്കാനാണ് നമ്മൾ അങ്ങനെ ചെയ്തെടുത്തിരിക്കണത് കേട്ടോ. പിന്നെ ഞാനപ്പോൾ ഇതിനൊരു 10 മിനിറ്റൊക്കെ അയക്കണം കേട്ടോ. 10 മിനിറ്റ് അയക്കണമെന്ന് വെച്ചാൽ അത് ചെയ്തെടുക്കാൻ 10 മിനിറ്റ് ആയിട്ടില്ല. ഞാൻ പിന്നെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് തിരിഞ്ഞ് കളിച്ച് വന്നപ്പോൾ ഒരു 10 മിനിറ്റ് അയക്കണേ. അപ്പോൾ ആദ്യം ഞാൻ വലിയ മിക്സിൻ്റെ ജാറെടുത്തിട്ടാണ് അരച്ചത് കേട്ടോ, ഈ കുറച്ച് സാധനം. അപ്പോൾ അരയണില്ല കേട്ടോ. അപ്പോൾ നമ്മളെ നല്ല മിക്സിയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ മിക്സിൻ്റെ ജാറ് മാറ്റി കൊടുത്ത് എന്നിട്ട് ചെറിയ ജാറിലിട്ടിട്ട് അരച്ചെടുത്തേക്കണ്. എന്നിട്ട് ഞാൻ ആ പഞ്ചസാര കാരമൽ ഇതും കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചെറിയ തരികളൊക്കെ ഈന്തപ്പഴത്തിൻ്റെ അതിൽ നിന്നിക്കണെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടിക്കോളൂ, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഈന്തപ്പഴത്തിൻ്റെ പിന്നെ ചെറിയ തരികളൊക്കെ ഉണ്ട് വെച്ചിട്ട്.
അരിച്ചെടുക്കേണ്ടതൊന്നും ആവശ്യമില്ല കേട്ടോ. പിന്നെ മിക്സിൻ്റെ വലിയ ജാർ തന്നെ പിന്നെയും പോയി എടുത്തുകൊടുന്ന്. പിന്നെ അതിലേക്ക് 2 കോഴിമുട്ട ഒഴിച്ച് കൊടുത്തിക്കണ്. ഫ്രിഡ്ജിൽ വെച്ചല്ല കേട്ടോ, സാധാ പുറത്ത് വെച്ചത്. പിന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അത് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇടാം കേട്ടോ. നമ്മൾ ഈന്തപ്പഴത്തിൻ്റെ മധുരം കൂടി നോക്കിയിട്ട് വേണം പഞ്ചസാര ഇട്ട് കൊടുക്കാൻ. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കണത്. ഒരു 2.5 ടേബിൾ സ്പൂണ് എന്താ പറയുക, സൺഫ്ലവർ ഓയിൽ. വായിൽ വരുന്നില്ല സൺഫ്ലവർ ഓയിലിന്ന്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണ് ഏലക്കായൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അടിച്ചെടുത്തിക്കണം കേട്ടോ. അടിക്കണേൽ ഒരു കോംപ്രമൈസും വേണ്ട, നല്ലോണം പഞ്ചസാര മെൽറ്റ് ആവണത് വരെ അടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ അറഞ്ചം ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കോഴിമുട്ട അടിച്ചെടുത്തതാണ്, പ്ലഫി ആയിക്കണ്. അങ്ങനെ പതുക്കെ ഇളക്കി നമുക്ക് അങ്ങനൊന്നുമില്ല, നമുക്ക് വേഗം പണി കഴിക്കണം. പിന്നെ ഈ കേക്ക് നന്നാവില്ല എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ഇളക്കി കൊടുക്കണതിലൊന്നുമല്ല. നല്ല ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ കേക്ക് ഉണ്ടാക്കിയാലും അത് നന്നായി വരലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നല്ലോണം ഇളക്കി കൊടുത്തിക്കണം. പിന്നെ ഇതൊരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് മൈദ ഇട്ട് കൊടുത്തിക്കണം. 1 കപ്പ് മൈദ ഇട്ടാലും കുഴപ്പമില്ല, ഞാൻ ഇപ്പോൾ 1/4 കപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ എന്ന് മാത്രം. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിക്കണം. ഉപ്പ് കാണാനില്ല. അപ്പോൾ നമ്മളെ വീഡിയോൻ്റെ സ്ഥിരം പ്രേക്ഷകർക്കറിയാം എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും ഒന്ന് കാണാതാവും കേട്ടോ. അപ്പോൾ ഉപ്പിട്ടത് കാണാനില്ല, ഒരു പിഞ്ചിട്ടാ നമ്മളിങ്ങനെ കൈയിട്ട് ഇങ്ങനെ നുള്ളണ മാതിരി ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തിട്ടാനാണ്. പിന്നെ അത് അരിച്ചിട്ട് ഞാൻ നേരെ അതിലേക്ക് നമ്മൾ ഒരു പാത്രം എടുക്കുള്ളൂ, കുറേ പാത്രമൊന്നും നമ്മൾ എടുക്കില്ല. എന്നിട്ട് ഇതാ ഒരു വിസ്ക് വെച്ചിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതും ഞാൻ അത്യാവശ്യം സ്പീഡിൽ തന്നെയാണ് ഇട്ട് ഇളക്കണത്. അപ്പോൾ അതൊക്കെ ഒന്നും ഞാൻ ഇളക്കി എടുത്തിട്ടില്ല, അത്യാവശ്യം നല്ലപോലെ തന്നെ ഞാൻ ഇളക്കി വിരകി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് പിന്നെ ഒന്ന് കട്ടിയായിട്ടാണ് എനിക്കിപ്പോൾ തോന്നണത് കേട്ടോ. കട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും പാൽ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ലപോലെ ആണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ സാധാ കേക്കിൻ്റെ ബാറ്ററിനെക്കാട്ടിയും കുറച്ച് കട്ടി കൂടിയ മാതിരി തോന്നി. അപ്പോൾ ഞാൻ കുറച്ചും കൂടി പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത്. നമ്മൾ നോക്കിയും കണ്ടിട്ടും പാൽ ഒഴിച്ച് കൊടുത്താൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ അതിൻ്റെ ടെക്സ്ചർ മനസ്സിലാവും. ഇനിയിപ്പോൾ ഞാൻ കേക്ക് ബേക്കേഴ്സ് പറഞ്ഞ മാതിരി റിബൺ കൺസിസ്റ്റൻസിയിലൊന്നും ഞാൻ പറയണില്ല കേട്ടോ. നമ്മളിങ്ങനെ കയ്യിലുമ്പോൾ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ അങ്ങനെ മുറിയാതെ ഇങ്ങനെ വീഴുന്ന ഒരു പരിവല്ല, അത്ര ആയാൽ മതി. അപ്പോൾ ഇതാ ഞാനതിലേക്ക് 1/4 കപ്പിൻ്റെ പകുതിയും കൂടിയാണ് കേട്ടോ ഞാൻ പാലെടുത്തിരിക്കുന്നത്. 1/4 കപ്പ് മുഴുവനില്ല, അതിൻ്റെ പകുതി. അപ്പോൾ അത്രയും കൂടി പാല് ഞാൻ ഒഴിച്ചെടുത്തിട്ട് ഇളക്കി കൊടുത്തപ്പോൾ എനിക്ക് പാകമായിട്ട് വന്നിട്ടോ. അപ്പോൾ എന്നിട്ട് ഞാൻ നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഞാനൊരു നമ്മളെന്താ പറയുക സ്പാച്ചില വെച്ചിട്ട് ഒന്ന് ഇളക്കി കാണിച്ചു തരാം. ഇതാണിപ്പോൾ അതിൻ്റെ പാകം കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സാധനം കൂടി ഇട്ട് കൊടുക്കാണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഈത്തപ്പഴം അവിടെ ബാക്കിയുണ്ടായപ്പോൾ ഞാനത് ചെറുതാക്കി അരിഞ്ഞെടുത്ത്, കുറച്ച് അണ്ടിപ്പരിപ്പും ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി അരിഞ്ഞെടുത്തപ്പോൾ ഞാൻ അതിൽ 1 ടീസ്പൂണ് മൈദയും കൂടി കലക്കി കൊടുക്കല പൊടി ഇട്ടിട്ട് ഇളക്കി കൊടുത്തിട്ട് അത് ഈ നമ്മളെ മാവുക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതെന്തിനാണ് ഇങ്ങനെ പൊടി ഇടുന്നതെന്ന് വെച്ചാൽ അടിയിലേക്ക് താഴ്ന്നു പോകാതിരിക്കാനാണ്. നമുക്ക് എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെ നമുക്കിത് കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടണം. നമ്മൾ ഓരോ ബൈറ്റ്സിലും എന്ന് പറഞ്ഞ മാതിരി നമുക്ക് ഈന്തപ്പഴം അണ്ടിപ്പരിപ്പിൻ്റെ ഇതൊക്കെ പൊട്ടൊക്കെ നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് ആയിക്കാരം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൊടി കലർത്തിയിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അടിയിൽ തന്നെ പോയി നിൽക്കില്ല, എല്ലാ തൊണ്ടയിൽ ചെറിയൊരു കിച്ചിട്ടാവും. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ ഉണ്ടാവും. അപ്പോൾ ഞാൻ അതൊക്കെ അങ്ങനെ ഇളക്കി അവിടെ എടുത്ത് വെച്ചിട്ട് പിന്നെ ഞാനിത് ഒരു കേക്കിൻ്റെ ടിന്ന് തന്നെ വേണമെന്നില്ല, ഫ്രൈ പാനിലോ നമ്മൾ അലൂമിനിയത്തിൻ്റെ എന്തെങ്കിലും ഒരു പാത്രത്തിൽ കൊണ്ടുള്ള പാത്രത്തിലാക്കി എടുത്താൽ മതി. ഇത് പിന്നെ നമ്മളെ കൊറോണ കാലത്ത് ഒരു കേക്ക് ഉണ്ടാക്കുന്ന ഒരു പ്രാന്തുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാവർക്കും അത് തന്നെയായിരുന്നല്ലോ പണിയില്ല. അപ്പോൾ വാങ്ങി വെച്ചിട്ടുള്ള പാത്രങ്ങളാണ് ഇട്ടേക്കത്. പിന്നെ ബട്ടർ പേപ്പർ ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കലുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വരികയാണെന്നുണ്ടെങ്കിലോ. അപ്പോൾ അത് ഞാൻ മുറിച്ചിക്കാണ്ട് പാത്രത്തിൻ്റെ അടിയിലൊന്ന് വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ബ്രഷ് ഉണ്ട് എൻ്റെ കയ്യിൽ. പിന്നെ പെട്ടെന്ന് വരല് നമ്മളെ കൈയാണ്, അതുകൊണ്ട് പിന്നെ ഞാൻ നമ്മളെ പണിയായുധം തന്നെ എടുത്ത് അവിടെ എല്ലാ ഭാഗത്തും പുരട്ടി കൊടുത്തേക്കണ്. ഇനി 4 തട്ട അങ്ങോട്ട് കൊടുക്കുക. ആരോടെങ്കിലും ഉള്ള ദേഷ്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് പൊയ്ക്കോട്ടെ, എന്നിട്ട് നല്ലോണം അമർത്തി തട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ എയർ ബബിൾസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി കിട്ടിക്കോളൂ. പിന്നെ അതാ ഞാനൊരു ബിരിയാണി ചെമ്പൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് എൻ്റെ കയ്യിൽ അതാണ് കിട്ടിയിരിക്കണത്. അപ്പോൾ നമ്മൾക്ക് ഇഡ്ഡലി തട്ടായാലും മതി, അല്ലെങ്കിൽ എന്തെങ്കിലും ചെമ്പട്ടി ആയാലും മതി, അതിലൊരു തട്ട് ഇറക്കി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇതാക്കിയെടുക്കുക,
ചൂട് കൊള്ളിച്ചെടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട്. എന്നിട്ട് പിന്നെ നമ്മളിത് കേക്കിൻ്റെ ബാറ്റർ വെച്ചതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചെടുക്കുക. അപ്പോൾ ഞാൻ അതിനൊരു ഓട്ടം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആവി പുറത്തേക്ക് പോവാതിരിക്കാൻ ഞാനൊരു കറാമ്പൂ എടുത്തിട്ട് അതിൽ കുത്തി വെച്ചെടുത്തേക്കണം. പിന്നെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് തുറന്നിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അഹങ്കാരമായി പോയില്ലേന്നൊന്നും കരുതണ്ട. എൻ്റെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതൊക്കെ ചെയ്യും കേട്ടോ. പക്ഷേ ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യും. എന്നെ കൊണ്ട് കഴിയണമാതിരി ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഒന്നെന്നുണ്ടെങ്കിൽ ക്യാരറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിതറി കൊടുത്തിട്ടുണ്ടെങ്കിലും നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഇതായി വരും, ഡെക്കറേഷനായി വരും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ അണ്ടിപ്പരിപ്പുണ്ട്. ഞാൻ കുറച്ച് റിച്ചല്ലേ, അതുകൊണ്ട് ഞാൻ അണ്ടിപ്പരിപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വെറുതെ തമാശ പറഞ്ഞതാട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ വെച്ചെടുത്തതാണ്. അപ്പോൾ വാടകപ്പേരിയിൽ നിൽക്കണമെന്നാണ് കേട്ടോ നമ്മളെ റിച്ച്. അപ്പോൾ അതായത് പിന്നെ ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് കേക്ക് ആയി കിട്ടാൻ കേട്ടോ. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു പപ്പടക്കോലോ ഈർക്കളോ എന്തെങ്കിലും ഒന്ന് കുത്തി നോക്കുക. ഒരു കത്തിൻ്റെ തുമ്പായാലും മതി. അപ്പോൾ നമ്മൾ കൈമൊന്നും പറ്റി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് അടിപൊളിയായിട്ട് റെഡിയായി കിട്ടിയിരിക്കണം. അപ്പോൾ ഇതാ ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ. ഇനി നമ്മളിത് ആക്രാന്ത മൂത്ത് ഇപ്പം തന്നെ നമ്മളിത് ഇളക്കിയെടുക്കാൻ ശ്രമിക്കരുത്. ചൂടാറിയിട്ട് വേണം അത് ഇളക്കിയെടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനത് ഫാനിൻ്റെ കീഴിൽ ഞാൻ കൊണ്ടുപോയി വെക്കുകയാണ്. സാധാ കാലത്ത് ഇരുന്നിട്ട് ചൂടാറാനുള്ള ക്ഷമൊന്നുമില്ല. അപ്പോൾ നല്ല കളറിലും നല്ല ഭംഗിയിലൊക്കെ ആയിട്ട് നമ്മളെ കേക്ക് ഒരു കേടുപാടും ഇല്ലാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതങ്ങനെ തൊട്ട് നോക്കുമ്പോഴൊന്നും ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല. നല്ല പെർഫെക്റ്റ് ഒക്കെ ആയിട്ട് നമ്മളെ കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് സ്പാച്ചിൽ വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നല്ലോണം ഇളകി നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ വീഡിയോയിൽ നിങ്ങളൊക്കെ ഒന്ന് കണ്ടോട്ടെ, എല്ലാവരും കാട്ടണമാതിരി ഞാനൊന്ന് കാണിച്ചു നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുക്കണില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് ഒരു കൊട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കേക്ക് ഇങ്ങോട്ട് മലന്ന് വീണോളൂ. അപ്പോൾ അത് ഞാൻ ബട്ടർ പേപ്പറൊക്കെ എടുത്ത് ഒഴിവാക്കി. ഈ ബട്ടർ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ വായൻ്റെ ഇല വെട്ടിയിട്ട് വെച്ചെടുത്താൽ മതി കേട്ടോ. ഈ ബട്ടർ പേപ്പറിൽ കിട്ടണം അതേമാതിരി നമുക്ക് വായൻ്റെ ഇല കട്ട് ചെയ്തിട്ട് വെച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. അതിൽ എണ്ണ ഒന്നും പുരട്ടണം എന്നൊന്നുമില്ല. ബട്ടർ പേപ്പറിനെക്കാട്ടി ഈസിയിൽ നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കുക. പിന്നെ ഞാൻ കേക്ക് അങ്ങനെ വെട്ടണം ഇങ്ങനെ വെട്ടണം എന്നൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താട്ടോ വെറുതെ. പിന്നെ ഞാൻ ഒരു സൈഡിൽ നിന്ന് സാധാ നമ്മൾ കേക്ക് വെട്ടിയെടുക്കണ മാതിരിയൊക്കെ വെട്ടിയെടുത്ത്. അപ്പോൾ നല്ല ഈ കേക്കിന് കത്തി പോണത് കണ്ടാൽ തന്നെ അറിയില്ല എത്രമാത്രം നല്ല സ്മൂത്തായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കേക്ക് കിട്ടിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ നട്ട്സൊക്കെ അവിടെ ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈന്തപ്പഴമൊക്കെ ഇട്ട് കൊടുത്തത് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഒരു കളർ കാണുന്നില്ല. അതൊക്കെയാണ് നമ്മളെ ഈന്തപ്പഴം. ഇതൊക്കെ നമ്മളെ കേക്ക് നന്നായിക്കണമെന്ന് മനസ്സിലാവാൻ നമ്മളിതിങ്ങനെ നല്ലോണം ഇങ്ങോട്ട് ചപ്പിച്ച് നോക്കുമ്പോൾ പിന്നെ അതേമാതിരി ഇങ്ങോട്ട് തന്നെ വീർത്ത് വരും കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മളെ കേക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ പണിയുള്ളൂ കേക്ക് ഉണ്ടാക്കാൻ. അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടനും കൂടി ഓൾ പ്രസ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കിപ്പോൾ ഒരുപാട് ഫാമിലി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് കുറേ പുതിയ കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാതെ കണ്ട കൂട്ടുകാരാണെങ്കിൽ ഇപ്പോഴെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. ഇനിയും ഞാൻ പുതിയ വെറൈറ്റി വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ പറയണം കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും.